ഇതൊക്കെ തന്നെ ഇത്തരത്തിൽ ജയിൽ സൂപ്രണ്ടുമാരുടെ കയ്യിൽ നിന്നും ഇവരെ പുറത്തുവിട്ടാൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വാങ്ങി വെച്ചിട്ട് ഭാവി കാലത്ത് സമീപ ഭാവിയിൽ തന്നെ ഇവരെയൊക്കെ തന്നെ തുറന്നു വിടാനുള്ള ഒരു വഴിയൊരുക്കുക, അതിന് സർക്കാരിന് ഒത്താശ ചെയ്യുന്ന രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ ജയിൽ മേധാവിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അവരെയൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ആരുടെയൊക്കെ വലിയ താല്പര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയല്ലേ, അപ്പൊ ഇവരെ കൊണ്ടൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ പാർട്ടിക്കും ഉണ്ടാവും. അപ്പൊ അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള. തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ പാർട്ടി ഗുണ്ടകളായിട്ട് ഇവർ മാറിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ ആ സമയത്ത് പാർട്ടി നേതൃത്വവുമായിട്ട് ഇവർക്കുള്ള ബന്ധവും ഒക്കെ തന്നെ നമ്മൾ കണ്ടു. ഈ പുറത്തു വന്ന പ്രതികളിൽ പലരുടെയും കല്യാണത്തിന് പലരും സമുന്നതരായ CPM നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അവരെയൊക്കെ തന്നെ ജയിലിലേക്ക് യാത്ര അയക്കുന്നതൊക്കെ തന്നെ വലിയ വീരപരിവേഷത്തോടെ യാത്ര അയക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അത് മാത്രവുമല്ല, ഇന്ന് ഒരു യാദൃശ്ചികമായിട്ടാണ് ഈ കൊടിസുനി ഉൾപ്പെടെയുള്ളവർക്ക് ജയിലിൽ ലഭിക്കുന്ന ഈ പറയുന്ന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട്, ജയിൽ സൂപ്രണ്ടിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് നേരത്തെ പുറത്തു വന്ന വാർത്തയാണ്. ഇവര് ഈ ജയിലിനകത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. മാത്രവുമല്ല, ലഹരി വിൽപ്പനയുടെ ഒരു സംഘത്തെ നിയന്ത്രിക്കുന്നത് ഈ ജയിലിനകത്ത് കിടന്നുകൊണ്ട് കൊടിസുനിയെ പോലെയുള്ള ഈ പറയുന്ന ഷിനോജിനെ പോലെയുള്ള മുഹമ്മദ് ഷാഫി പോലെയുള്ള ക്രിമിനലുകളാണ് എന്ന തരത്തിലൊരു വാർത്ത പുറത്തു വരികയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു. അതിന്റെ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ അന്ന് വന്ന വാർത്തകളെല്ലാം ശരിവെച്ചുകൊണ്ടാണ്